സാമുവൽ പാനലിസ്റ്റിനെ പരിചയപ്പെടുത്താനായിട്ട് സമയമെടുക്കും. അതിനുശേഷം നമ്മളുടെ വെബിനാറിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. തുടക്കത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഈ വെബിനാർ ആരംഭിക്കാം. സ്നേഹവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പ്രത്യേകിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇപ്രകാരം കൂടി വരുവാനോട് സഹായിച്ചുവല്ലോ. ട്രേസി കേരള ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ട്രേസിയുടെ വളരെ സ്തുത്യർഹമായ പ്രവർത്തനം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ നൽകുവാൻ ഈ പ്രസ്ഥാനത്തിനിടയാക്കി. സഭയ്ക്ക് വ്യക്തമായ നേതൃത്വം കൊടുക്കുവാൻ ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് സഹായിച്ചു. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ വെബിനാർ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡൗറി എന്ന ഈ വളരെ സുപ്രധാനമായ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഞങ്ങളുടെ കേരളത്തിൽ തന്നെ ഇതിന്റെ വലിയ പ്രതിഫലനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അനേകം സാധുക്കളായ ആളുകളുടെ ജീവൻ ഡൗറി സംബന്ധമായ പ്രശ്നങ്ങളിൽ, ഈ ലോകത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതിന്റെ തിന്മ അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. എന്നാൽ ഈ വൈകുന്നേരത്തെ പഠനം ഡൗറിയെ കുറിച്ചുള്ള ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാൻ, അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെ നല്ല ചില കാഴ്ചപ്പാടുകൾ ഉരുത്തിരിയുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വെബിനാറിൽ ആദ്യോടന്തം അവിടുത്തെ തിരുസ്വാന്നിധ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ക്രിസ്തുയേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് പാനലിസ്റ്റിനെ പരിചയപ്പെടുത്തുവാനും വെബിനാർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രിയ ഡോക്ടർ ജേക്കബ് സാമുവലിനെ ഞാൻ ക്ഷണിക്കുന്നു. Good evening everybody. നമുക്ക് മലയാളം അറിഞ്ഞുകൂടാത്ത ചിലരും ഉണ്ട്. There are some people who have joined who do not follow Malayalam very well. So probably we like to use some English, but mostly it will be Malayalam. So panelism ദയവായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇംഗ്ലീഷിലും കൂടെ പറയുന്നത് നന്നായിരിക്കും. ഓക്കെ, നമുക്ക് ആമുഖമായിട്ട് ചില വാക്കുകൾ എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സാക്ഷരതാ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഭാരതത്തിൽ? അത് മലയാളിക്ക് വളരെ അഭിമാനത്തോടുകൂടി അതിന്റെ ഉത്തരം പറയാം. 96.2% സാക്ഷരതയുള്ള കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. സ്ത്രീ സാക്ഷരതാ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനവും കേരളം തന്നെയാണ്. 92.07% ആണ് വിമൻ ലിറ്ററസി റേറ്റ്. ഇന്ത്യയിൽ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന വിദ്യാർത്ഥികളിൽ 32% പെൺകുട്ടികൾ. എന്നാൽ കേരളത്തിൽ അത് 60%. അതായത് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന വിദ്യാർത്ഥികളിൽ 60%-ഓളം പെൺകുട്ടികളാണ്. അപ്പോൾ സാക്ഷരത നേടിയ, വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ, സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് 9 ജില്ലകളും ഭരിക്കുന്നത് വനിതാ കളക്ടർമാരാണ് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ഈ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കേരളം എന്ന് പറയുന്നത് സ്ത്രീകൾ ആദരിക്കപ്പെടുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? ആ ഒരു വലിയ ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. ചില പേരുകൾ വിസ്മയെയും അർച്ചനയും ഉത്തരയും ഒക്കെ വേദനിപ്പിക്കുന്ന ഓർമ്മകളായി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന പേരുകളാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ കുരുതി കഴിക്കപ്പെട്ടതായിട്ടുള്ള അനേകം ജീവിതങ്ങൾ. ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീധന പീഡനം സംബന്ധിച്ച്
15,143 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 66 സ്ത്രീധന മരണങ്ങൾ ഈ കാലയളവിൽ നടന്നു. ഇത്രമാത്രം വിദ്യാഭ്യാസമുള്ള, സ്ത്രീ സാക്ഷരതയിൽ മുൻപിൽ നിൽക്കുന്ന കേരളം ഇത്തരത്തിലുള്ള ഒരു അപമാനം കൂടെ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള സമൂഹം സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും കൊടുക്കുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു സൂചികയായിട്ട് നമുക്ക് ഈ കണക്കുകളെ കാണുവാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം കേരളത്തിൽ മിക്കവാറും എല്ലാ ജാതി മതസ്ഥരും അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചു പോരുന്ന വളരെ വ്യാപകമായിട്ടുള്ള സ്ത്രീധനം എന്ന സമ്പ്രദായം, ഡൗറി സിസ്റ്റം, അതിനെക്കുറിച്ചുള്ള ഒരു പാനൽ ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. പാനൽ ഡിസ്കഷൻ ഓൺ ഡൗറി സിസ്റ്റം ദാറ്റ് ഈസ് പ്രിവേലന്റ് ഇൻ കേരള. അതിനകത്ത് പ്രധാനമായിട്ട് as we are looking at the Christian response to it, maybe we will focus more on what is happening inside the church, but still നമ്മളൊരു കേരള സംസ്ഥാനത്തെ ആകമാനമായിട്ടും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. But we will look at നമ്മുടെ ക്രിസ്ത്യമായിട്ടുള്ള ഒരു സമീപനം എന്തായിരിക്കണം, വാട്ട് ഷുഡ് ബി ദ ക്രിസ്ത്യൻ റെസ്പോൺസ് ടു ദിസ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ഈ വെബിനാറിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കാം. നമുക്ക് വളരെ എമിനന്റ് ആയിട്ടുള്ള 3 പാനലിസ്റ്റ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വി ഹാവ് ഡോക്ടർ ജമീല കോശി. ജമീല കോശി ഈസ് എ സൈക്കാട്രിസ്റ്റ് ബൈ പ്രൊഫഷൻ. Presently she is working as a consultant psychiatrist at the Baptist Hospital, Bangalore. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ലൊരു തിങ്കർ ആൻഡ് ഓതർ ആൻഡ് ടീച്ചർ എന്നുള്ള നിലയിലും ഡോക്ടർ ജമീല പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രശ്നങ്ങളോടുള്ള ക്രിസ്തീയ സമീപനത്തെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വനിതയാണ് ഡോക്ടർ ജമീല കോശി. She lives in Bangalore with her family, her husband and 2 grown-up daughters. Jamila is Malayali by origin, but as she has lived most of her time outside Kerala, she is not very fluent in Malayalam. Probably she'll be speaking mostly in English. PowerPoint in the Malayalam translation kuda kodutittunde, so people can I think even those who cannot follow English very well, they can follow the PowerPoint presentation. And we have Advocate Jayakrishnan, who is a graduate from Government Law College, Trivandrum. He's practicing in Trivandrum as well as in Kochi from 2006 onwards. He is married and his wife is a teacher. He's a man who has a deep faith in the Lord Jesus Christ, and at the same time he has a deep concern regarding Christian response to the social issues that we are facing today. Thirdly, we have Reverend Dr. Jacob Thomas, who is known as JTHN. He has been in the Christian ministry for the last 40 years. He has been a teacher in various theological colleges and institutes in India as well as abroad. He's an ordained minister with the South Central Diocese, the Central Kerala Diocese of the Church of South India. So he is a Bible teacher basically, and he is a preacher of the gospel, wherein he has been announcing the good news of our Lord in various gospel meetings and conventions. Presently he is joining us from Ireland, where he has gone in connection with the treatment, but we hope that he'll be returning very soon to Kerala, and we look forward to his return to Kerala. So I think we will the structure is such that now all the 3 panelists will share briefly about 3 aspects of
the dowry system. Dr. Jameela will speak on the socio-cultural aspect of dowry system, and Advocate Jayakrishnan will speak on the legal aspects, and JTHN will speak on ethical and theological aspects of the dowry system. So to start with, Dr. Jameela will speak, followed by Advocate Jayakrishnan and then JTHN. So they'll be sharing their views on what is happening today, about the issue today. Then later on, we'll come to the Christian response. So over to Dr. Jameela, please. Thank you, Achan. Am I audible? Yes, yes. Yeah. Please enable me to screen share on Jameela Koshy 2. Yes. Done. Done? Yeah. Okay. Yes. So since we have a short time, we have 5 minutes to start. I will get straight into it. I've been asked to talk about the psycho-socio-cultural issues related to dowry. As we know, there's a huge problem in Kerala and in the rest of the country, and it's really great that we're talking about it. We really need to understand that dowry doesn't exist in a vacuum. It exists in a space which is enabled by 2 or 3 cultural practices which we must look at. And the important ones are patriarchy and materialism. And the 2 of them intertwine. And as you can see in this picture, they join together, and the flow of it carries dowry along with them. And this is important for us to understand. I'll be looking at patriarchy, and I think JT Achan will be looking at various aspects of materialism. So let's look at this whole cultural thing called patriarchy and how it perpetuates and perpetrates dowry. What is patriarchy? It is a system where males, that is men, are accorded more value, power, and opportunity in every way. And living in Kerala and living in India, we know that this is true. We see men taking the lead in every aspect of life, okay, whether it's parliament, whether it's owning land, whether it's decision making at various levels of government or state or in the church, in the family, wherever it is, men have more power, they have more opportunity, and ultimately they have more value. And in the patriarchal system, there is this understanding that everything goes down via the male line. So because of that, sons inherit the family name and the family property. And so the descent, you can see the arrows pointing downwards. The descent along the male line is the epitome of a patriarchal system. This is how it works. Whereas the girls move, in a sense, horizontally. Okay, so they move from one family to another. They are not in perpetuity in one family. They're not permanent in any family, but they move from one family to the other. And this is sometimes taught to young girls right from the beginning of their life, that you are going to get married and go. In Hindi, they have this saying, "Paraye ghar ki hai." I'm sure there is equivalent saying in every state of India, that we are the girls are sort of belonging to another family, and they are sort of just temporarily in the family of origin, in their own parental family. So what happened? I mean, is this a just system? And if you look at it, the injustice of the system, it's a patently unjust system, because it creates all these various problems, okay, between the sons and daughters. There is a lot of discrepancy between what happens to the sons and daughters. And surely as Christians, we realize that this is not really very fair at all, okay? So what is given to boys in terms of family wealth or resources or education or, any of these things, it is a much larger chunk, as you can see in this picture, compared to what is finally given to girls. Girls get a small share, and that is given to them as dowry. So there is this very patent inequality in the resources being given to the sons and daughters. In some parts of the country, even the medical care given
is less to the girls. Okay, hopefully and thankfully this does not happen so much in Kerala. But then the wealth and the the opportunity and the power that people have, the sons have over their wealth is definitely more. Whereas for girls, they get a smaller share, and that is controlled mostly by their husband or the in-laws. Okay, so they don't really have much control in what is happening to whatever they are given. Often the boys get better education, but the point is that there are no bars to the education that boys get. Whereas girls from the beginning are taught that they should take courses or take jobs which will fit in with the marriage plans, which are the main goal of what parents etc. want for their children. Okay, so there is a sort of living in the future that happens for girls, and they are always expected to fit in their life with this whole thing about marriage. As a result, boys end up very confident. They know that this is my family, they know this is my work, they know this is my education, this is my name. They have a sense of belonging and identity which is very strong. Whereas girls tend to have a rather shaky sense of identity and belonging. Their name itself is conditional and temporary, and it sort of has to change from time to time. Okay, and this is kind of so the girls end up living in the future a lot of the time, whereas boys are able to live in the present. But as a result, we have all noticed this, even in our EUs and in our Sunday schools. The girls are so confident when they are young. You have confident young girls, but what happens to them when they become young women? Suddenly the confidence evaporates, and this has been noticed by psychologists as well, that depression and doubts and uncertainties creep into women by the time they are teenagers or young adults. So it is because they have no value. Okay, if they have no value by themselves, obviously their side has no value. So then what is the value of the girl? The value isn't being able to produce the sons which are required, right? Because the descent is through the male line. So we require sons, we require offspring, and the value of the girl is in producing these children. And therefore, young and pretty women are always looked for. And in our ads, matrimonial ads, we can see this. The women are supposed to be young and pretty, and then what they bring with their family, the family wealth, dowry. These are the things which are forming the value of the woman. The man's side has all the power. They can even demand. It starts with hinting. It starts with very subtle ways of asking. Then it goes on to bigger demands, and sometimes very blatant and open demands. Sometimes it's subtle, okay? And whatever it is, though, it can drain off the liquid assets of the family. The property and the large things remain, but the liquid assets are often drained off. But then this kind of asking and demanding is seen in our matrimonial ads. And it's horrifying that even if you look at the first ad on top, you're looking for a born-again, spirit-filled girl who is professionally qualified, fair, and good-looking. And you see the materialism creeping in here, and you see the value on looks, and you see the need for money and all that, which is going to come in, okay? And then if you look at all these other things, the hints that are given, looking for an affluent family, looking for a good family, okay, looking for aristocratic family, all these things are euphemisms for the amount of dowry that the girl will bring with her. As a consequence, why have daughters at all? Sons are preferred. That is very obvious in Kerala, but female feticide is also the next consequence, isn't it? And 20 million girls are missing in India, and this number is now probably present in Kerala as well. And we need to be aware of this, Christians. Female feticide is happening in Kerala as well, as is revealed by the latest child sex ratios in Kerala. This kind of unequal position continues into marriage. The woman has no say, particularly in the early years. She's treated as a child and dependent, has to ask for permission, conform to all the patterns and rituals or whatever standards are there in her family of maternal, in her marriage family. Any resistance is seen as disrespect, okay? And these demands for money and all follow in different ways, and even domestic violence gets sort of attached to this whole pattern of patriarchy and dowry and the male centricity of it all. So I will close here, just reminding us that this is the pattern. Patriarchy and materialism perpetuate a dowry, and they are the culture in which the dowry breeds and grows. Thank you. Thank you, Dr. Jamila. Now, may I invite Advocate Jayakrishnan to share his views on the legal aspects of the system of dowry.
Thank you. Can you let me share the screen from JK laptop? It's done. It is done. Okay. ഓക്കെ, എനിക്ക് തന്നിരിക്കുന്ന ഡൊമൈൻ നിയമവും സ്ത്രീധനവും എന്നുള്ള സബ്ജക്റ്റ് ആണ്. വളരെ ഒരു പെട്ടെന്ന് നമുക്കിതിൽ എന്തൊക്കെ നിയമങ്ങളാണ് ഡൗറിയെ സംബന്ധമായിട്ട് ഇന്ത്യയിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഡൗറിയെ സംബന്ധിച്ച് സ്പെസിഫിക് ആയിട്ടൊരു നിയമം തന്നെയുണ്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. അപ്പൊ ഇതിൽ നമുക്ക് ഡൗറി എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും കാണും, പക്ഷെ നിയമം എപ്പോഴും വളരെ ടെക്നിക്കലായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. ഡൗറി എന്ന് പറയുന്നത് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ നിയമത്തിനകത്ത്. അതായത് എന്തെങ്കിലും പ്രോപ്പർട്ടിയോ വാല്യുബിൾ സെക്യൂരിറ്റിയോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മാരേജിന്റെ സമയത്ത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കൊടുക്കുന്നതിനാണ് ഡൗറി എന്ന് പറയുന്നത്. അത് ഭാവിയിലുള്ള ഒരു ഡേറ്റിൽ തരുന്നതിനെ കുറിച്ചും അതും ഡൗറി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതിൽ ചില എക്സെപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ചില സമുദായങ്ങളുടെ ഇടയിൽ ഈ there will be some token amount and all. അത് കൊടുത്താലേ ആ മാരേജ് വാലിഡ് ആവുള്ളൂ, അത് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. നമുക്ക് മനസ്സിലാവും ഈ ഡൗറി ഉള്ള ഡിമാൻഡ്, ആ സെക്യൂരിറ്റി എഗ്രി ഉണ്ട്, ഒരു there is a demand and agreement happening. അതിനെയാണ് ഈ ഡൗറി ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ പെനാൽറ്റീസ് നോക്കാം, എന്തൊക്കെയാണ് അങ്ങനെ ഒരു സ്ത്രീധന കൊടുക്കുകയോ വാങ്ങുകയോ രണ്ടും പണിഷബിൾ ആണ്. ഡിമാൻഡ് ചെയ്ത് കൊടുക്കുകയോ വാങ്ങുന്നതും പണിഷബിൾ ആണ്. സെക്ഷൻ വകുപ്പ് 3 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 5 വർഷം മിനിമം ആണ്, ഓർ മോർ, അത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട് ആണ്. 15,000 rupees വരെ ഫൈൻ, അല്ലെങ്കിൽ ഡൗറി എമൗണ്ട് വിച്ച് എവർ ഈസ് ഹയർ. ഇപ്പൊ 5 ലക്ഷം രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ 5 ലക്ഷം രൂപ ഫൈൻ ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഇതാണ് പെനാൽറ്റി ഫോർ ടേക്കിംഗ് ഓർ ഗിവിംഗ് ഡൗറി. പിന്നെ പെനാൽറ്റി ഫോർ ഡിമാൻഡിങ് ഡൗറി, അതായത് ഒരു സൈഡിൽ നിന്ന്, അതായത് മോസ്റ്റ്ലി ഫ്രം ദ ഗ്രൂപ്പ് സൈഡ് പൈസ ചോദിച്ചിട്ടുണ്ട്, അത് പരാതിപ്പെടുകയാണെങ്കിൽ ശിക്ഷ ഇതാണ്. വകുപ്പ് 4 അനുസരിച്ച് 6 മാസം മുതൽ 2 വർഷം വരെ ഇംപ്രിസൺമെന്റ്. ഫൈൻ എമൗണ്ട് 10,000. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് 1961 നിയമമാണ്. അന്ന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, അന്ന് പെട്രോളിന് ചിലപ്പോൾ 2 രൂപ ആയിരിക്കും. സോ ഇതൊക്കെ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ നിയമങ്ങളിൽ വരാറില്ല. അത് കാരണം ആണ് ഇത് വളരെ ലൈഫ് പണിഷ്മെന്റ് ആയിട്ട് തോന്നാവുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു ദിവസം പോലും ജയിലിൽ പോയി കിടക്കുന്ന ഒരു സുഖമുള്ള കാര്യമല്ല. ഇനി സെക്കൻഡ്ലി, ഇത് 2005 വന്നൊരു നിയമമാണ്, ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് വിമൻ ആർ സൈലന്റ് വിക്ടിംസ് ഇൻസൈഡ് ദ ഹോം എന്നുള്ളൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗിൽ പാസ്സാക്കിയ നിയമമാണ്. അപ്പൊ അതിൽ വയലൻസ് ക്യാൻ ബി ഫിസിക്കൽ ആൻഡ് അതർവൈസ് ഓൾസോ. അപ്പൊ അങ്ങനെയാണ് വൈഡ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡ്സ് എനി ആക്ട്, ഒമിഷൻ, കമ്മീഷൻ ഓർ കോണ്ടാക്ട്. ഇത് എല്ലാം അതിൽ കവേർഡ് ആണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഡൗറിക്ക് വേണ്ടിയുള്ള ഡിമാൻഡ്, ഹാംസ്, ഇഞ്ചുവേഴ്സ് ഓർ എൻഡേഞ്ചേഴ്സ്, ഇതെല്ലാം ഒരു സ്ത്രീ അനുഭവിക്കുകയാണെങ്കിൽ അത് ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് സോഷ്യൽ പല സ്റ്റഡീസ് ഒക്കെ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഡൗറി ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ഡൊമസ്റ്റിക് വയലൻസ്. അത് എവിഡന്റ് ആണ്. നമുക്ക് നമ്മൾ കേൾക്കുന്ന ന്യൂസുകളാണെങ്കിലും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസിലും അത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഈ നിയമത്തിനകത്ത് നൽകുന്നതെന്ന് പറഞ്ഞാൽ ഇത് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് കൊടുക്കാൻ പറ്റും. ആ സ്ത്രീയെ ഈ ഇന്ന ആവശ്യങ്ങൾക്ക് ഒരു വിധത്തിൽ ഉപദ്രവിക്കരുതെന്നുള്ളത് കൊടുക്കും. ഡൗറിയുടെ പേരിൽ ഉപദ്രവിച്ചാലും പ്രൊട്ടക്ഷൻ ഓർഡർ ക്യാൻ ബി ഗിവൺ. പിന്നെ മോണിറ്ററി റിലീഫ്സ് ഓൾസോ ക്യാൻ ബി ഗിവൺ. കോടതിക്ക് ഇപ്പൊ ഡൗറിയുടെ പേരിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ഓർഡേഴ്സ് ഒക്കെ ഇടാം. അത്രയും വൈഡ് പവേഴ്സ് കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ശിക്ഷാ നിയമം തന്നെയാണ്. അതിൽ 498A എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതിൽ ഈ സ്ത്രീയെയോ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ആരെയെങ്കിലും എന്തെങ്കിലും അൺലോഫുൾ ഡിമാൻഡ് ഫോർ എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി, അതായത് എന്തെങ്കിലും അൺലോഫുൾ ആയിട്ടുള്ള ഡിമാൻഡോ പ്രോപ്പർട്ടിയോ വാല്യുബിൾ സെക്യൂരിറ്റി ക്യാൻ ബി ഒരു എന്ന് പറയുന്നത് നാളെ ഈ വസ്തു എഴുതി തരാം എന്നൊരു കരാറായിരിക്കാം. അങ്ങനെ ഒരു ഇതോ അത് അങ്ങനെ എന്തെങ്കിലും എഗ്രി ചെയ്തിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ചെയ്യുന്ന ഉപദ്രവത്തിനാണ് 498A വകുപ്പ് പ്രകാരം ശിക്ഷയുള്ളത്. 3 വർഷവും ഫൈനുമാണ് അതിന് ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് പീനൽ കോഡിലെ തന്നെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സെക്ഷനാണ് ഡൗറി ഡെത്ത്. അതായത് ഒരു വിവാഹം നടന്ന് 7 വർഷത്തിനകത്ത് ഒരു സ്ത്രീ മരിക്കുകയാണ്. അതായത് ബേൺസ് കൊണ്ടോ പൊള്ളലേറ്റോ ബോഡിലി ഇഞ്ചുറി മറ്റെന്തെങ്കിലും ഉപദ്രവം കൊണ്ടോ അല്ലെങ്കിൽ നോർമൽ അല്ലാത്തൊരു മരണം 7 വർഷത്തിനകത്ത് സംഭവിക്കുകയാണെങ്കിൽ പോലീസും പ്രോസിക്യൂഷനും ആകെ തെളിയിക്കാനുള്ള കാര്യം ഇവർ മരിക്കുന്നതിന് സൂൺ ബിഫോർ ഹെർ ഡെത്ത്, മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് വരെ ക്രൂവൽറ്റിയോ ഹരാസ്മെന്റോ
ഡൗറിക്ക് വേണ്ടി ഹസ്ബൻഡിൽ നിന്നോ ഹസ്ബൻഡിന്റെ റിലേറ്റീവിൽ നിന്നോ സഹിച്ചിട്ടുണ്ട് എന്ന് അത്രയും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡീംഡ്, ഒരു പ്രിസംഷൻ ആണ് വരുന്നത്, ഇത് ഡൗറി ഡെത്ത് ആണ്, ഈ മരണം സ്ത്രീധനത്തിന്റെ ഡിമാൻഡ് കാരണം ആ സ്ത്രീ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പ്രിസംഷൻ വരികയാണ്. അതായത് സാധാരണ ഒരു ക്രിമിനൽ കേസിൽ നമുക്കെതിരെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ നിന്നാൽ മതി, പ്രോസിക്യൂഷൻ തെളിയിക്കണം. ഇതങ്ങനെയല്ല, പ്രോസിക്യൂഷൻ ആകെ ക്രൂവൽറ്റിയും ഹരാസ്മെന്റും തെളിയിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡീം ടു ബി ഡൗറി ഡെത്ത്. അപ്പൊ പിന്നെ അത് ആ പ്രതികൾ തെളിയിക്കണം, ഞങ്ങൾ അങ്ങനെ ഡൗറിക്ക് വേണ്ടിയല്ല ക്രൂവൽറ്റി ഉണ്ടെങ്കിൽ പോലും ഡൗറിക്ക് വേണ്ടിയല്ല ക്രൂവൽറ്റി നടന്നത് എന്ന് തെളിയിക്കേണ്ടി വരും. അത് എവിഡൻസിൻ ബേർഡൻ ഓഫ് പ്രൂഫ് ചേഞ്ചസ്, അത് ഇച്ചിരി തെളിവ് ഭാരം പ്രതികളുടെ മണ്ടയിൽ വരുന്ന ഒരു വകുപ്പാണ്. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള പണിഷ്മെന്റ് മിനിമം 7 വർഷമാണ്, പക്ഷെ ജീവപര്യന്തം വരെ ശിക്ഷ വിധിക്കാം. അപ്പൊ ഇത്രയാണ് നിയമത്തിൽ ഇതിനകത്ത് കവർ ചെയ്തിരിക്കുന്ന സെക്ഷൻസ്. ഇതിന്റെ ഒരു എസെൻഷ്യൽ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിക്ടിംസ് സീരിയസ് അല്ലെങ്കിൽ ഡൗറി ഡെത്തിൽ ഡിഫറെന്റ് ആണ്, ബിക്കോസ് അത് സെഷൻസ് ഒഫൻസ് ആണ്, സർക്കാർ തന്നെ നേരിട്ട് എടുത്ത് നടത്തുന്ന കേസുകളാണ്. പക്ഷെ അതിന് മുമ്പേ നമ്മൾ കണ്ട ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണെങ്കിലും വിക്ടിംസ് സീരിയസ് അല്ലെങ്കിൽ വിക്ടിംസ് അതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ വരെ കൊണ്ടു ചെല്ലാൻ വില്ലിങ് അല്ലെങ്കിൽ അത് ഫെയിൽ ആവുന്ന നിയമങ്ങളാണ്. ഇപ്പൊ ഡൗറി ഡിമാൻഡ് തന്നെ ഉണ്ടാവുന്നു. ഏത് ഫാമിലി അൺലെസ് ദാറ്റ് മാരേജ് ബ്രേക്സ് ഡൗൺ, ആ ഫാമിലി വിൽ നോട്ട് ക്വസ്റ്റ്യൻ ഇറ്റ്. ഇപ്പൊ കല്യാണ സമയത്ത് 2 കുടുംബങ്ങളും തമ്മിൽ നല്ല റിലേഷൻ ആയിരിക്കും, അവർക്ക് ആ കല്യാണം നടക്കണമെന്ന് ആഗ്രഹം കാണും. അപ്പോൾ ഉണ്ടാകുന്ന ഡിമാൻഡ് അന്ന് തന്നെ രാവിലെ പോയി പോലീസ് പരാതിപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ ഇത് പൂച്ചക്കാര് മണി കിട്ടും എന്നുള്ള ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട്. ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ഒന്നും ഇല്ലാതെ ഒരു മകൾക്കോ മകനോ പാരന്റ്സ് കൊടുക്കുന്നത് ഡൗറി ആയിട്ട് നിയമം കാണുന്നില്ല. പക്ഷെ അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ അത് ഒരു ലൂപ്പ് ഹോൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ശരിയായ പ്രവണതയല്ല. ഇത്രയാണ് നിയമത്തിന്റെ വശങ്ങൾ. ബാക്കി ഐ തിങ്ക് വിൽ ടേക്ക് ഇറ്റ് അപ്പ് in the discussion session. Thank you. Sanjay, you're muted. Yeah. Thank you, Advocate Jayakrishnan. Now over to Reverend Dr. Jacob Thomas on the ethical and theological aspects of dowry system. Okay, to begin with, I would like to extend a very warm welcome to the non-Malayalis who are with us today, because I think this is not necessarily only a problem of Kerala, but even in other parts of India. So we will try and accommodate them, and it would be very important to have their insights as well. See, Vedapusthakam വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യം തുല്യതയും മാന്യതയുമാണ്. അത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഈ അടിസ്ഥാന ഘടകം വളരെ പ്രധാനമാണ്. The biblical worldview fosters equality and dignity of gender. Man and woman in the image and likeness of God. മനുഷ്യൻ തനിച്ചിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്ക തുണയെ സൃഷ്ടിച്ചു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആ തക്ക തുണ ഒരു തുല്യ പങ്കാളിയായി തീർന്നുകൊണ്ട് ദൈവ ഉദ്ദേശവും ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും രൂപീകരിക്കുവാൻ ദൈവം വിഭാവന ചെയ്ത ബന്ധങ്ങൾ വാസ്തവത്തിൽ മനുഷ്യൻ കൈകാര്യം ചെയ്തപ്പോൾ അത് തകിടം മറിയുകയാണ്. So there was God's intention for a vocation in partnership that will promote life and life in all its fullness. ഈ തുല്യ പങ്കാളിത്തത്തിൽ കൂടെ ജീവനും സമൃദ്ധിയായ ജീവന്റെ സാധ്യതകൾ ദൈവം വിഭാവനം ചെയ്തു. Now I want to submit that it is not just the biblical worldview. Any religion and even primal religions do consider the institution of marriage as something sacred, important, because there is an exchange of vows and there is a commitment to love, to cherish and to undertake for each other. അവിടെ വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുന്നതിനാണ് ചോദിച്ചാൽ ഇത് മനുഷ്യ കുലത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമായി സമൂഹങ്ങൾ അതിലുപരി ദൈവവും കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. So we start with that premise that this is the blueprint for
God's world. ആ ഒരു ബ്ലൂ പ്രിന്റിൽ നിന്ന് നാം ഇന്ന് എത്തിയിരിക്കുന്നത് എവിടാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. തുല്യ പങ്കാളി, മാന്യതയുള്ള, ദൈവ സാദൃശ്യത്തിലുള്ള, ദൈവ സ്വരൂപത്തിലുള്ള ഈ പങ്കാളി ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ സാംസ്കാരിക ആചാരങ്ങളുടെയും നമ്മുടെ പ്രവണതകളുടെയും ഭാഗമായിട്ട് ഇന്ന് വാസ്തവത്തിൽ there is basically an assault of patriarchy and materialism into this God's divine plan എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം. You see, in contrast, the cultural practice of dowry reduces the partnership into an unequal transaction where the woman becomes a commodity on sale. നാം വാസ്തവത്തില് ഈ പരിപാവനം എന്ന് നാം അവകാശപ്പെടുകയും ഉച്ചസ്ഥരം ഘോഷിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കൂദാശ അവിശുദ്ധമായി മാറുകയാണ്. അതിന്റെ കാരണം there is a violation of the dignity of women through the practice of dowry. Now I want to submit that very early on in Kerala history there was an evangelist who was a committed student of the Bible. അദ്ദേഹം 2 ക്ലാസ്സിൽ മാത്രമേ ഇംഗ്ലീഷ് പഠിച്ചുള്ളൂ. ഇടയാറന്മുള എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന മൂത്താമ്പാക്കൽ ഇട്ടി വർഗീസ് എന്നറിയപ്പെട്ട സാധു കൊച്ചുകുഞ്ഞ്, he actually has a small booklet that he wrote in the early 20s. ആ ബുക്കിന്റെ ടൈറ്റില് സ്ത്രീധന ത്യാഗം എന്നാണ്. The abdication or the refusal to accept dowry. And so he insists that if you are a committed Christian, you belong to mammon if you demand or receive dowry. സ്ത്രീധനം ചോദിക്കുന്നവനും വാങ്ങിക്കുന്നവനും പിശാചിന്റെ സന്തതി എന്നാണ് പറയുന്നത്. So the biblical worldview has to be upheld in all culture, in every culture. Otherwise, what will happen is, in the so-called Christian culture of Kerala, today we have basically taken on this institution and made it into basically a transaction. There is a tendency for upward mobility. വിവാഹ ബന്ധത്തിലൂടെ ഭൗതികതയിൽ വളരാനും ഉയരാനും വിജയിക്കാനായിട്ടുള്ള ഒരു പ്രവണതയായി വിവാഹത്തെ നമ്മൾ കാണുകയാണ്. അതാണ് സംഭവിക്കുന്നത്. സോ ഈ പാർട്ട്ണർഷിപ്പ് ഇങ്ങനെ തരം താഴുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഭൗതികത ദൈവികതയെ വാസ്തവത്തിൽ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തുകയാണ്. ഇതിന്റെ കാരണം ഒരു ചിന്താപരമായ ഒരു ജീർണത. There is a crisis in our Christian thinking. And therefore, our visions are blurred. Therefore, our attitudes are certainly not authentic. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദർശനം നമ്മൾ നഷ്ടപ്പെടുമ്പോൾ, ചിന്താപരമായ ജീർണതയിലൂടെ നമ്മുടെ ദർശനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വീക്ഷണവും നമ്മുടെ നിലപാടുകളും വികലമാകുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഉള്ളവരിൽ പോലും നാം ഇന്ന് വളരെ പ്രകടമായിട്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇവിടെ കേട്ടതുപോലെ വളരെ സാമർഥ്യമുള്ള കഴിവുള്ള പെൺകുട്ടികൾ വാസ്തവത്തിൽ ഒരു വിവാഹത്തിന്റെ സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹത്തിന്റെ ആ കൂദാശയിലേക്ക് വരുമ്പോൾ ആ സ്ത്രീയുടെ സാധ്യതകള്, സ്വപ്നങ്ങള് എല്ലാം വാസ്തവത്തിൽ ഒരു ഭൗതികതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രൂപപ്പെടുകയാണ്. And this is where there is a crisis in our thinking. How can a very smart, very efficient, capable young woman becomes part of this materialistic outlook? അങ്ങനെ ഇതുകൊണ്ട് the practice of dowry fosters a culture of avarice, greed, and it is nothing but anti-poor. So number one, biblical worldview ിൽ നിന്ന് നാം അകലുന്നു. അതിന്റെ കാരണം
ഭൗതികത വരുന്നു, പുരുഷ മേധാവിത്വത്തിന്റെ ജീർണതയിലൂടെ നമ്മുടെ ചിന്താധരണിയിൽ ഒരു ജീർണത ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ദർശനങ്ങളുടെ മൃത്യുവാണ്. See, there is a death of vision, and therefore our attitudes, our responses become blatantly worldly. ദൈവികത പൂർണ്ണമായി നശിക്കുന്നു, ഭൗതികത വളരുന്നു. ഭൗതികതയുടെയും ഈ പണത്തിന്റെയും അതിപ്രസരമായി ഇന്ന് വിവാഹ ചടങ്ങുകൾ മാറുകയാണ്. Even when we look into some of these practices, നമ്മുടെ വിവാഹാലോചന എന്നും പറഞ്ഞ എൻഗേജ്മെന്റ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്, എൻഗേജ്മെന്റ് in some cases is much more pompous than even the very marriage ceremony. 1000 പേര് 2000 പേരൊക്കെയാണെന്നാ പറയുന്നത് ഈ വിവാഹത്തിന്റെ ഈ എൻഗേജ്മെന്റിന് വരുന്നത്. ഇതൊക്കെ എന്താണ് പ്രകടമാക്കുന്നത് പ്രിയരെ? ഇതെല്ലാം ഭൗതികതയുടെ അതിപ്രസരമാണ്. We have moved away from the biblical worldview, and we have actually become part of the culture of avarice and greed. Therefore, ഇതിൻ്റെതായിട്ടുള്ളൊരു ഒരു പ്രത്യാഘാതമുണ്ട്. There is I would want to submit that there are consequences. Just as we have heard, there are consequences. The consequences is, ഇവിടെ വാസ്തവത്തിൽ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു വലിയ അന്തരം സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ്. സോ പണക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ലോകമായി നമ്മുടെ കുദാശകൾ, നമ്മുടെ സഭകൾ മാറുന്നുവെങ്കിൽ അവിടെ വാസ്തവത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറുന്നില്ല. ദൈവത്തിന്റെ മാനവികതയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുഴുവനും തകരുകയാണ്. God's blueprint for human society is in shambles. Therefore, marriages are no longer what God intended it to be. അങ്ങനെ സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. So there is a deep inequality bringing about a broken society. The rich becomes richer and the poor becomes poorer. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. In any society where people do not have the right and the privilege to dream dreams, we must call it a broken society. And where there is a broken society, all of us will have to pay the price. It is high time that we note that we are part of a broken society by being part of the cultural practice of demanding dowry in whatever way we do it. And this is my submission. Thank you, JTH. Now, the panelists will be sharing about what they think and believe should be the Christian response to this issue. സ്ത്രീധന സമ്പ്രദായം എന്ന അതൊരു പ്രശ്നമാണ്, ഒരു ഈവിളാണ്, ഒരു സോഷ്യൽ ഈവിളാണ് എന്ന് നമ്മുടെ പാനലിസ്റ്റ് 3 പേരും 3 വ്യത്യസ്തമായിട്ടുള്ള അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. Now, what should be the response of the church? What should be the Christian attitude? How should a Christian respond to this issue? അതിനെക്കുറിച്ച് കൂടെ അവര് ഇപ്പോൾ അടുത്ത 5 മിനിറ്റ് ഓരോരുത്തരും സംസാരിക്കുന്നതാണ്. So may I invite Dr. Jamila Koshi first. Jamila Devi, you need to unmute. Yeah, if we say that the psychosocial-cultural effect of dowry was to, as we said, no, it caused this inequality between men and women. It caused this loss of confidence and loss of identity in young girls, leading to, them being so uncertain. If it caused this basic imbalance between men and women as spouses, and also in the way they treat their sons and daughters, in injustice being, played out, and of course in the interconnection between patriarchy and materialism. If all these things are there, what is the Christian response? And I think there are
four things really that we need to look at. One was Genesis 1, second was Genesis 2, then was the whole theme of justice running through the Bible, and then the whole theme of anti-materialism, so to speak, running through the Bible. And just let's look briefly at this. And J.T. Achan has already brought out that in in Genesis 1, the whole idea of men and women being equally image bearers of God, co-stewards of the earth. And I think what that brings out, how do we apply this to dowry? The issue is that if men and women are of equal potential, of equal dignity, if they have equal responsibility and they're co-stewards of the world, then we need to respect each other, right? Husbands and wives both need to respect each other. It's not to be taken as obvious that the woman has to be taken into the man's family, she must give up her job, she must focus only on marriage. That's not the way it is. She is an image bearer. Respect her as such. Decide together, make decisions together which will fulfill both people's work and calling as image bearers of God. And sons and daughters, the same. We need to treat them both as image bearers equally, with respect for their potential and all that they can do for God. So this preference for sons and female feticide is totally unacceptable, seeing just this whole Genesis 1 picture. And treating daughters as sort of temporary members of your family whose task in life is to marry and then leave the family, that is just reducing women to nothing. Okay, and that we need to question that. Then the Genesis 2 picture of the man and the woman coming together, and the whole purpose there of God saying that Adam was alone and that's why he creates a helper for him, and the man and the woman, they cleave together, the whole emphasis on being one. All these things should in our application bring out that marriage is basically for mutual companionship. It's for mutual help to fulfill our calling as image bearers and stewards of the world. It's not primarily for bearing children, definitely not primarily for bearing sons, or definitely not for gaining wealth for the family. These are not the aims of marriage. Okay, marriage is for help and the companionship and to fulfill our calling together. Children are usual, of course, but they are not a must. So to see our daughters and our wives as our women as baby producing factories, which is really how we look at it sometimes, is not a Christian response at all. Similarly, if they are to be a close and intimate unit, there is no place for either side being superior, the man's side or the girl's side. There's no question of one demanding respect more than the other. There's no question of demanding dowry or money or any such thing. That is a travesty of God's way of defining marriage. Even Achan brought out. Then the whole theme of justice, and we don't have time to go into it, but God just expects his people. We know all these verses. Pursue justice and justice alone. What does God require of you but to walk in mercy, act justly, love mercy, and that's what God calls us to. So we need to treat our sons and daughters with justice, our spouses with justice, the woman's family and the man's family with justice, not with demands for dowry, not with violence. We need to divide our wealth equally between our sons and daughters. Find ways, right? If they'll do anything, figure it out, but correct the injustices. And also, if we are following justice, we must follow the laws of the land. If the laws of the land say don't take dowry, and dowry is a crime, don't file loopholes in order to fulfill that dowry thing. And lastly, the whole thing about contentment and materialism. There are so many verses in the Bible which stress that God says you cannot serve God and mammon. Or you do not be careful, that you be aware that you should not fall into temptation. Beware the love of money. All these things there are themes, so many themes running through the Bible of contentment. Godliness with contentment is great gain. So we are not to run after money. We have to run after God's purposes. And we need to be satisfied and content with what we have, not this greedy, money grubbing attitude that has become part of our society and our cultures. This would be the Christian response. I hope we reach there very soon. Thank you. Thank you, Dr. Janita. Now, Advocate Jayakrishnan will share his views on what should be the Christian response to the issue of dowry. Yes, just a moment. Well, we saw about the legal provisions. A Christian response, in my view, will involve a lot of sacrifice, because Christians
the life is about following Jesus Christ, the way of the cross, sacrificially. I mean, there is no two ways about it. Jesus Christ clear ആയിട്ട് പഠിപ്പിച്ച കാര്യം, if you have to be his disciple, you have to take up the cross and follow him, denying your own self. So dowry illada jeevikan, especially as we heard, culture has imposed itself upon the church. Dowry is not the practice of the church, but the culture has so much imposed upon the church that we don't know any other way. So this life without dowry will involve sacrifice for both families, both bride and the groom, and even the church. Ipo churches തന്നെ ഈ ഡൗറിയുടെ ഒരു ആസ്പെക്ട് ആണ് ഗ്രാൻഡ് വെഡിങ്സ്. എത്രത്തോളം ഡൗറി കിട്ടിയെന്ന് ആ വെഡിങ്ങിന്റെ ഗ്രാൻഡ്നെസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. The churches are also benefiting. Their halls are being used. They get paid for those halls, air-conditioned halls. But dowry illadavumbol weddings may become smaller. Church will also suffer financially. അത് എത്രത്തോളം നമ്മൾ വില്ലിങ് ആണെന്നുള്ളത് നമ്മൾ തന്നെ നോക്കേണ്ടതാണ്. പിന്നെ ഇത് പലരും ഡൗറി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ല. ഡിമാൻഡ്സ് ആർ വെരി സട്ടിൽ. So that will need, because this is done in a very cunning manner, subtle manner, underhand manner. The condemnation from the church should be very public. അത് നമ്മൾ പല moral issuesലും church takes a very strong stand publicly, even though the culture may oppose it, culture may call us fools for it. ചില കാര്യങ്ങളിൽ ചേർച്ച് വളരെ സ്ട്രോങ് ആയിട്ട് പൊസിഷൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഡൗറിയുടെ കാര്യത്തിൽ അത്ര സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടില്ല. സൈലന്റ് ആണ്. ചെറിയ ചെറിയ ഉപദേശങ്ങൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അത് പോരാ. ബിക്കോസ് ഇത് സട്ടിൽ ആയതുകൊണ്ട് നമ്മൾ വളരെ ഡീസെന്റ് ആയിട്ട് സിവിൽ ആയിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പബ്ലിക് ആൻഡ് ക്ലിയർ കണ്ടംനേഷൻ ഇസ് നീഡഡ്. അതിൽ റിപ്പൻറ്റൻസ് ആൻഡ് ഹ്യൂമിലിറ്റി വിൽ കം ഇൻ. ഇത് രണ്ടും ഇല്ലാതെ പറ്റില്ല. നമ്മുടെ ഭാഗത്ത് ഇതിന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഉണ്മയോടെ സമൂഹം മുൻപാകെ മേറ്റ് പറയേണ്ട പല സിറ്റുവേഷൻസും വരാം. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ലോ കണ്ടായിരുന്നു. ലോ ഇസ് ദ മിനിമം സ്റ്റാൻഡേർഡ്. ലോ ഇസ് മാൻമെയ്ഡ് ലോ എന്ന് പറയുന്നത് മിനിമം സ്റ്റാൻഡേർഡാണ്. പക്ഷെ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹാവ് എ ഹെവൻലി സ്റ്റാൻഡേർഡ്. സോ നമ്മൾ നല്ലൊരു പൗരനായി ജീവിച്ചാൽ മാത്രം പോരാ. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ദാറ്റ് വി ആർ ജസ്റ്റ് എ ഗുഡ് സിറ്റിസൺ ബൈ ഒബേയിങ് ഓൾ ദ ലോസ്, ബട്ട് വി ഷുഡ് ബി എ ഗുഡ് ഡിസൈപ്പിൾ. ദാറ്റ്സ് വാട്ട് ദ ലോർഡ് ഡിസൈർസ് ഓഫ് us. So there is a vast difference. നമുക്ക് ലോ കീപ്പ് ചെയ്യാൻ എളുപ്പമാണ്, ബട്ട് ടു ബി എ ഡിസൈപ്പിൾ is an inner reality. So that is what we should aim for. We heard clearly there are only two masters, God and Mammon. So no one can serve both. ഇത് പഠിപ്പിച്ചത് യേശു ക്രിസ്തു തന്നെയാണ്. When Jesus Christ said no one can serve two masters, we should not use our life to test that theory. That is not a theory. That is a clear statement from the Lord. So this is, no one can serve two masters, for either he will hate the one. So whenever the dowry comes into even our minds, നമ്മൾ മാരേജ് ഇതിൽ ഡൗറി എന്നൊരു തോട്ട് പോലും വരുമ്പോൾ വി ആർ ആക്ച്വലി ഡിസ്പൈസിങ് ഗോഡ്. ഇഫ് യു സീ ദാറ്റ് റിയാലിറ്റി വി വിൽ ബി ഏബിൾ ടു റിപ്പന്റ് ഓഫ് ഇറ്റ് ആൻഡ് സീക്ക് ഗോഡ്. സോ ദിസ് ഈസ് വാട്ട് ഐ വുഡ് ഫീൽ ഈസ് ദ Christian response to it. It may be painful, it may be very sacrificial and costly, but that will be a very powerful testimony, especially in a pagan culture that we live in. If the church can actually show that we treasure something else, what God values, then it will be a powerful testimony, and actually the church will be strengthened and blessed through that. Financially suffer ചെയ്താലും യേശു ക്രിസ്തു മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ church will be blessed. There will be a heavenly beauty to the church. I think that is the Christian response that we should hope and pray for. Thank you, Advocate Jayakrishnan. നമ്മുടെ ഈ ഓഡിയൻസിന്റെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ടായിരിക്കും. ഇവര് മൂന്നുപേരും പറയുന്ന കാര്യങ്ങളോടുള്ള നിങ്ങളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ഒരു സമയം പ്രത്യേകമായിട്ടുണ്ട്. So please note down what all things you want to ask to any of the panelists. Now of course JTHN will share his views about what should be the role of the church in curbing this problem. How should the Christians respond to this issue? Over to JTHN. Yeah, I think I would certainly endorse what has already been said. Jamila and Jayakrishnan have highlighted it very well. I would want to suggest that it's a simple, straightforward challenge. We need to return to God's intention, God's plan, blueprint for human society. നാം ദൈവത്തിങ്കിലേക്ക് തിരിയാതെ നമ്മുടെ
ചിന്താധാരയെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കത്തില്ല. It is only by the work of the Holy Spirit that we will become transformed in our mind. See, that is the key thing today. ഇന്ന് നാം മനസ്സിൽ രൂപാന്തരപ്പെട്ട് നമ്മുടെ ചിന്താധാരയെ നാം ദൈവീകതയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ നാം ജഡത്തിൽ തന്നെ തുടരും. See, we often say marriages are made in heaven, but basically it is just a cliche and just നമുക്ക് സൗകര്യത്തിന് നമ്മുടെ മനസാക്ഷിക്ക് ഒരു കംഫർട്ട് ആയിട്ട് പറയുന്നതാണ് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നത്. ഇന്ന് വിവാഹം വാസ്തവത്തിൽ മനുഷ്യന്റെ ഭൗതികത ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കുദാശ ദൈവത്തിങ്കിലേക്ക് തിരിയാതെ നമ്മുടെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകുന്നില്ല. ആ മനസ്സിന്റെ രൂപാന്തരത്തിൽ കൂടെ നമ്മുടെ ചിന്താധാര ദൈവികതയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തികളില്, നമ്മുടെ സമർപ്പണങ്ങളിൽ വാസ്തവത്തിൽ ക്രിസ്തീയത വളർന്നു വരും. അതുകൊണ്ട് it has to start maybe from the church through the teaching of the word of God, and we have to be unequivocal in condemning the practice of dowry. ജയകൃഷ്ണൻ പറഞ്ഞ പോലെ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ ഈ പറഞ്ഞ നമ്മുടെ ഞെരുക്കവും ഒക്കെ ഉള്ള പാതയിലൂടെ നടക്കാൻ, അതായത് സാമ്പത്തികമായി നമ്മൾ നേടുന്നില്ലെങ്കിൽ പോലും നഷ്ടമല്ല, അത് ദൈവത്തിന്റെ മഹത്വത്തിനാണെന്നും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരണമെങ്കിൽ നമ്മുടെ വീടുകളിൽ ഭൗതികതയ്ക്ക് എതിരായിട്ടുള്ള ഒരു നല്ല മാതൃക ഉണ്ടാകണം. So it starts from the church and the teaching, then it should be translated into the family and in our relationships. നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ഇപ്പം ആൺകുട്ടികളുള്ള മാതാപിതാക്കൾ വ്യക്തമായ നിലപാടുകൾ എടുക്കണം. യാതൊരു കാരണവശാലും ഡൗറി, സ്ത്രീധനം എന്നത് ഒരു ചർച്ചാ വിഷയമാകാതെ ഒരു പിതാവ് മകൾക്ക് കൊടുക്കേണ്ടത് ന്യായമായിട്ട് ദൈവിക തലങ്ങളിൽ മകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ സമ്പത്തിന്റെ തുല്യത നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരായിട്ടൊരു നിലപാടെടുക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു മനംതിരിവുണ്ടാകണം. Unless and until that happens, I don't think that the Christian response will be effective. The effectiveness will come through certain actions that follow out of a commitment from within. നമ്മുടെ മനസ്സിന്റെ രൂപാന്തരം, ചിന്തയിലുള്ള നമ്മുടെ വ്യതിയാനങ്ങൾ, നമ്മുടെ പ്രവൃത്തിയിലുള്ള വ്യക്തമായിട്ടുള്ള സാക്ഷ്യം, ഇതാണ് സംഭവിക്കേണ്ടത്. It should start through the teaching, returning to the word of God, through family commitments and family practices where we do not bow to this culture of greed and avarice and do not consider children to be the means for upward mobility. നമ്മളെ ഈ സമൂഹത്തില് നമ്മുടെ ഈ വിവാഹത്തിൽ കൂടെ നമ്മള് സമൂഹത്തിൽ വലിയവരാണെന്നും ധനവാന്മാരാണെന്നും കാണിക്കാനുള്ള പ്രവണത വാസ്തവത്തിൽ ജഡീകമാണ്. അവിടെ ഒന്നും ദൈവം മഹത്വപ്പെടുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ വലിയ ഹാളുകളിലൊക്കെ നടത്തുന്നതും ഇതിനകത്തൊക്കെ there are vested interests working against some of these godly teachings, and therefore this is going to be a struggle. So Christian discipleship is a call to struggle in the way of the Lord, and that includes return to the word of God, being open to be transformed by the word of God. And as it has been rightly said, we need to repent. We need to be humble enough to say that perhaps we have not honored him and through our children's marriages. അതുകൊണ്ട് ഇങ്ങനെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് സഭയിലും സമൂഹത്തിലും വ്യക്തി ജീവിതങ്ങളിലെ സാക്ഷ്യമാണ്. Gone are the days with all these labels that we can attach, these born again എന്നൊക്കെ പറയുന്നതൊക്കെ വാസ്തവത്തിൽ ഇന്ന് സമൂഹ മധ്യേ നിന്ദിക്കപ്പെടുകയാണ്, പരിഹസിക്കപ്പെടുകയാണ്. born again എന്ന് പറയുകയും നമ്മുടെ പ്രവൃത്തികള് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്.
it is in sharp contrast to the claims that we make. Our practices do not honor God. So therefore, it is a collective repentance and a will to return to the word of God, to say that we will not do that which brings dishonor to God's plan and purposes for humanity. Thank you. Thank you. Thank you, Achan. Now, before going into giving time to the audience to share their views or ask questions, let me ask certain questions to the panelists. Now, Dr. Jamila, you were focusing on patriarchy as one of the basic reasons for dowry system. But don't you think the Bible endorses patriarchy? Because the Old Testament, we see Abraham, Isaac, Jacob, all these people were following sort of patriarchic culture. So can't we accept this as a Christian, part of a Christian culture also? Thanks, Tanya. Yes, that is true that the Bible was definitely written in a patriarchal culture, and there are so many elements of patriarchy which come out both in the Old Testament as well as lesser, but in the New Testament as well. But then we do realize that there were so many things about the culture also that were negative apart from patriarchy. We don't cling to those. So, for instance, there was polygamy. There was slavery. There were a lot more wars. Okay, there was a lot of violence. Now, so we don't have to stick to everything which was there in the Old Testament and feel that we have to carry it on in our Christian life now. That's why I think we should go back to Genesis and the pre-fall pattern which God endorsed. The pre-fall pattern was of an equal, beautiful, harmonious relationship where both are image bearers. We know that the Lord has redeemed us and he has tried to bring us back to some extent to that. And we know that when the Lord returns, we will again, all of us, be before the throne of God without any hierarchy or any such thing, patriarchy or whatever. So why don't we just live that way? So we don't have to, I hope that makes my view clear. Yeah, thank you. And Advocate Jayakrishnan, I think there is a definite command in the Bible that one should submit to human laws. മനുഷ്യ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുക എന്നുള്ളത് പൗലോസപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ടൊരു കാര്യമാണ്. സോ പക്ഷേ ഈ മാനുഷിക നിയമങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ലോസ് വളരെ വ്യക്തമായിട്ടുണ്ടായിരിക്കെ സഭയിൽ അത് ഇത്രയും നാളും സഭയിൽ അത് പെർപെച്വേറ്റ് ചെയ്ത ആ ഒരു സാഹചര്യം അത് വളരെയധികം നമ്മളിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വി ആർ ബേസിക്കലി disobeying the word of God when you are not obeying the laws of the land. So but I think ആ ഒരു സീരിയസ്നെസ് ഇപ്പോഴും സഭാ ജനങ്ങൾക്കോ സഭാ നേതാക്കന്മാർക്കോ ഉണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. How do you respond? ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് ഇപ്പൊ ലോസ് ഒബേ ചെയ്യുന്നത് തെറ്റെന്ന് ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മാനുഷികമായ ലോസ് ആർ ദ മിനിമം സ്റ്റാൻഡേർഡ്. സോ അത് ഒബേ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അത് ഇപ്പം ദൈവത്തെ അറിയാത്ത ആൾക്കാരും ചെയ്യുന്നുണ്ട്. പലരും പണിഷ്മെന്റ് പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോലി പോകുന്ന പേടിച്ചിട്ടോ എന്തെങ്കിലും ഭൗതികമായ കോൺസിക്വൻസസ് കാരണം തന്നെ പലരും ഒബീഡിയന്റ് ആയിരിക്കും ഒരു രാജ്യത്തിന്റെ നിയമങ്ങളോട്. അതല്ലല്ലോ ദൈവത്തിന്റെ ഉദ്ദേശം. ഗോഡ്സ് വിൽ ഫോർ us is of a very very different thing. See, God clearly said, "Thou shalt not covet." ഇത് കവച്ചസ്നെസ് ആണ്. അത് നമ്മൾ എന്തൊക്കെ ലേബൽ ഒട്ടിച്ചാലും ദൈവം മുമ്പാകെ തെറ്റ് തന്നെയാണ്. അപ്പം അതാണ് ഈ ഹൃദയ. ദിസ് ഇസ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട്. ദാറ്റ് ഈസ് വെയർ ദ ക്രിസ്ത്യൻ ഷുഡ് ലിവ് ഹിസ് ലൈഫ്. സോ ഇറ്റ് ഈസ് അബൌട്ട് ലവിങ് യുവർ നെയ്ബർ. ഇറ്റ് ഈസ് അബൌട്ട് ബീങ് ഡെലിവേർഡ് ഔട്ട് ഓഫ് കവച്ചസ്നെസ്. അതാണ് ഞാൻ പറഞ്ഞത്. ദിസ് മൈ നോട്ട് ബി ഈസി, ബട്ട് ഐ തിങ്ക് at the beginning of our family lives, if the people who are entering into marriage can take a decision that my life will not be corrupted by this, at least that can be a start. What has happened has happened. God forgives the sins of our past, of our ignorance. ഞാൻ പറഞ്ഞത്, as we become aware of this,
ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ എന്തുകൊണ്ട് ചേർച്ചിന് ഒരു വിറ്റ്നസ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പേഗൻ കൾച്ചറിൽ നിന്ന് വി ആർ നോട്ട് അറ്റ് ഓൾ ഹാവിങ് എ ഡിഫറെന്റ് പെർസെപ്ഷൻ. വാട്ട് ദ വേൾഡ് ഡസ് വി ആർ ഓൾസോ ഡൂയിങ്. സോ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നിയമം അനുസരിച്ച് ജീവിക്കുന്നത് പലർക്കും പറ്റും. പക്ഷെ ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവം മുമ്പാകെയാണ് ജീവിക്കുന്നത്. ഏത് രാജ്യത്ത് ജീവിച്ചാലും ആ രാജ്യത്ത് നിയമമില്ലെങ്കിൽ പോലും we should be delivered out of covetousness and we should love our neighbor and we should always serve God and not mammon. വാസ്തവം പറയുമ്പോ നമുക്ക് ഇവിടെ ബൈബിളില് ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ, even if the Bible had not spoken anything about this, just by following the law of the land, we should have stood against the system, against the dowry system, because the Bible definitely teaches that we should be submissive to human laws. But human laws നോട് സബ്മിസീവ് ആയിരിക്കുക എന്നുള്ള ആ കൽപ്പന അനുസരിച്ച് തന്നെ നമുക്ക് ഡൗറി സിസ്റ്റം ഫോളോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Definitely that is very clear. Advocate Jayakrishan has made it very clear. JTHN as a Bible teacher and teacher of theology and ethics, ഇത്രയും വലിയൊരു ഈവിള് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ട്, അത് ക്രിസ്തീയ സമൂഹത്തിൽ വളരെ പ്രബലമായിട്ട് അത് വേരോടുകയും അത് പെർപെക്ച്വേറ്റ് ചെയ്യുകയും ചെയ്തു. അനേകം പതിറ്റാണ്ടുകളായിട്ട് അതങ്ങനെ തുടർന്നു വന്നു. ഇടയ്ക്ക് കൊച്ചുജ്യോതിഷയെ പോലുള്ള ചില ലോൺ വോയിസസ് റേസ് ചെയ്തു. പക്ഷെ ഇൻ ടോട്ടൽ സഭ ആകമാനമായിട്ട് നോക്കുമ്പോൾ how many messages have gone out from the pulpit against this practice, and how much of teaching is there in the Sunday schools or in the youth leagues, the youth fellowships about this evil. ഇതിനെ കുറിച്ച് ഇത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും കൊടുക്കുവാനായിട്ടും, സ്ത്രീകളും പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ സ്റ്റാറ്റസ് ഉള്ളവരാണ് എന്നുള്ള ആ ടീച്ചിങ് ഒക്കെ അതിന്റെ ബേസിസിൽ ആണെങ്കിൽ നമുക്ക് സ്ത്രീധനം ചോദിക്കുകയോ കൊടുക്കുകയോ, മണി ബിക്കമിങ് എ ഫാക്ടർ ടു ബി ഡിസ്കസ്ഡ് ഡ്യൂറിങ് മാരേജ്, അതൊരിക്കലും പാടില്ല എന്നുള്ള ഒരു സന്ദേശം പുൾപിറ്റുകളിൽ നിന്ന് എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഒരു സഭാ ശുശ്രൂഷ എന്നുള്ള നിലയിൽ താങ്കൾ അതിന് ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇത് നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ ഒരു കളക്റ്റീവ് ഫെയിലിയർ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചേ ഒക്കത്തുള്ളൂ. സഭ ഇന്ന് സമൂഹത്തിലായിരിക്കുമ്പോൾ സമൂഹത്തിന്റെ ചില സമ്പ്രദായങ്ങൾ, സമൂഹത്തിന്റെ ചില രീതികൾ സഭയിലേക്ക് കടന്നു വരുന്നു. അത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. സോ സഭ ഒരു ക്രിയേറ്റീവ് ടെൻഷൻ സൃഷ്ടിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറണമെങ്കിൽ നമ്മള് വേദപുസ്തകത്തിന്റെ സത്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അത് പഠിക്കുകയും അത് വാസ്തവത്തിൽ നമ്മുടെ ചിന്താധാരയെ സ്വാധീനിക്കത്തക്കവണ്ണമുള്ള ഒരു ടീച്ചിങ് മിനിസ്ട്രി സഭയ്ക്കുണ്ട്. സോ ഐ ടോട്ടലി അഗ്രി ദാറ്റ് സംടൈംസ് വി because of certain interests that we have, ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ട് സംസാരിക്കാൻ നമ്മൾ മടിക്കുന്നു. You see, for example, just to give you an example, I'm not deviating from the topic, but you see, മദ്യപാനം, കേരളത്തിൽ നിന്ന് മദ്യപാനം വളരെ വർദ്ധിച്ചു വരികയാണ്. And in terms of the statistics and the average, Kerala seems to be on the top in terms of alcoholism. Now, ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരായി നാം പ്രതികരിക്കാതെ ഇത് നമ്മള് കണ്ടില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും നമ്മുടെ സാംസ്കാരിക വേദികളിലും സഭകളിലും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ ഈ ഡൗറി എന്ന പ്രസ്ഥാനത്തിന് ഇന്ന് ക്രിസ്തീയമായ ഒരു നിലപാടോ ഒരു ശബ്ദമോ ഇല്ലാതെ പോകുന്നതിന്റെ ഒരു കാരണം നമുക്ക് നിലപാടില്ല വ്യക്തമായിട്ട്. See, we as a Christian community do not have a voice that will influence the culture because we are part of the culture. So therefore, I totally agree. നമ്മുടെ ടീച്ചിങ് വളരെ one-sided ആണ്. We sometimes would focus on certain topics that are very comfortable for us. എന്നിട്ട് നമുക്ക്
വെല്ലുവിളികൾ ഉയർത്തുന്ന വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറില്ല പുൽപിറ്റിൽ നിന്ന്. സോ ധനത്തോടുള്ള നമ്മുടെ അമിത മോഹം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു വലിയ പരീക്ഷയാണെന്നും അത് തന്നെ അതിജീവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെന്നുള്ള ആ ഒരു സമർപ്പണമില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ തീർച്ചയായിട്ടും എനിക്ക് ആവേശങ്ങൾ കുറയും. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ട് നിലപാടുകൾ എടുക്കുന്നത്. I am convinced that unless and until we return to the word of God and study it in all sincerity, ഈ പറയുന്ന ഒരു രൂപാന്തരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല. So the church has failed. There is no doubt about it. But we do not give up. We do not give up, and we still want to fight with encouraging our young people and our young parents that girls and boys must be treated equally. You see, ഈ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഈ കുടുംബസ്വത്ത് കൊടുക്കാതിരിക്കുന്നതും തെറ്റാണ്. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ഫെയറർ ജസ്റ്റ് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള നമ്മുടെ പഠിപ്പീരുകൾ, നമ്മുടെ സമർപ്പണങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ മുന്നേറണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിത്ത് നമ്മള് കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന 1883 ജനിച്ച് 1945 മരിച്ച കൊച്ചുകുഞ്ഞ് ഉപദേശി എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കുകളാണ് ഇപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ദർ ആർ നോ അതർ ക്രിസ്ത്യൻ ലീഡേഴ്സ് ടു കോട്ട്. സോ ലെറ്റ് മീ കോട്ട് ഫ്രം ഹിസ് ബുക്ക് സ്ത്രീധനത്യാഗം. സ്ത്രീധനത്യാഗം എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു പാരഗ്രാഫ് വായിച്ച് നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് ആഹ്വാനം ചെയ്തത്: അല്ലയോ കേരളീയ ക്രിസ്തീയ സമുദായങ്ങളെ, ഉണരുവിൻ, സ്ത്രീധന ത്യാഗത്തിൽ പങ്കെടുക്കുവിൻ. സ്ത്രീധന പിശാചിനെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആട്ടി ഓടിപ്പിൻ. ക്രിസ്തീയ വർഗത്തോട് വല്ലൊരു സഹതാപം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആൺമക്കൾക്ക് സ്ത്രീധന പിശാചിനെ കൂടാതെ കല്യാണം നടത്തുവിൻ. സ്ത്രീധന പിശാചിനെ പറ്റിപ്പിടിക്കുന്ന ദ്രവ്യാഗ്രഹികൾക്ക് നിങ്ങളുടെ ഓമന പെൺകുട്ടികളെ കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യുവിൻ. ഭാരമുള്ള ചുമടുകളെ ഇറക്കുവിൻ. These are the words of Kochunju Udeshi many years back. This is what he announced from the pulpits, from the conventions that he preached from. തീർച്ചയായിട്ടും ഈ വാക്കുകൾ റെലവന്റ് ആണ്. ഈ വാക്കുകൾ നമ്മളെ നയിക്കട്ടെ, നമ്മുടെ ചിന്തകളെ നയിക്കട്ടെ, നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ എല്ലാവർക്കും, പ്രത്യേകിച്ച് പാനലിസ്റ്റിനും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ോടുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. Now I give time to the concluding prayer and vote of thanks to Asher George, who is one of the members of Tracy Kerala Working Committee. Thank you, Jacob Samuel Uncle. Thank you all for joining us today. ഈ ഒരു സമയത്ത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സെഷന് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ വില്ലിംഗ്നെസ്സിന് വേണ്ടി പ്രത്യേക നന്ദി പറയുന്നു. വി റിയലി താങ്ക്ഫുൾ and we really appreciate your presence, especially some of you have joined us from Nepal, from Canada, and from other states of our country. Even our panelists themselves were Jamila Andy is joining from Bangalore, and JTHN from Ireland, and JK from Trivandrum. So we are really grateful for all of your presence, and we really appreciate. And before all of you move out, I just want to take this time to ട്രേസിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ ആഗ്രഹിക്കുന്നു. Tracy, as was said in the beginning, is Theological Research and Communication Institute. It's with its headquarters in Delhi and founded in the year 1972. So the vision of Tracy is also to engage meaningfully and to respond to issues in society and in church through various platforms, one of which being sessions like this, and other engagements like having courses on different topics. So as part of Tracy Kerala chapter is called Word and World.
It's just been about a year since we started Tracy Kerala chapter. We have a monthly Bible study that happens every month through Zoom platform, and tri-monthly we hold a webinar on issues pertaining to society and church. Issues like this, like what we discussed right now. The last webinar was on the topic of online education in times of COVID. The last Bible study was on Christian approach to mental health. So these are some of the topics that we discussed together as community that will help us, as Achin Nertha Parna, that will help foster a Christian thinking amidst us, and ആ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള that can help us as Christian community to respond to such issues. So this is what Tracy Kerala chapter also does. So, and we really invite you to join us together to discuss on these issues. All of us might have a lot of opinions, a lot of disagreements also, but we are having a platform that is open and that will help us to engage with one another, and also to make transformative engagements in society as witnesses of our Lord Jesus Christ. So those of you who would like to get more updates about Tracy Kerala programs, നിങ്ങൾക്ക് chat boxil നിങ്ങളുടെ വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും ഷെയർ ചെയ്യാം, or you can personally message Brother Isaac Thomas or myself. So without taking a lot of more time, I'm so thankful to our panelists, especially for the wonderful presentation that the three of them did on this aspect of dowry and the Christian response to it from 3 different angles. And I'm not going too much further into it. And I'm sure we've been blessed with the hearing, and we've really had a very eminent panelist for that matter. And also special thanks to our moderator, Jacob Samuel Angle, also for setting the discussion and opening up the discussion and having a